കേരളത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന്. പക്ഷേ ഈ സൗന്ദര്യത്തിന് പിന്നിൽ നിരവധി ജീവനുകൾ നഷ്ടമായ ഒരു കഥയും ഒളിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ പച്ചപ്പിൽ മലകളും കാടുകളും നദികളും ചേർന്ന് വരച്ചെടുത്ത ഒരു മനോഹര ചിത്രമുണ്ട്. ആ ചിത്രത്തിന്റെ നടുവിലൂടെ വെള്ളിവര പോലെ ഒഴുകുന്ന ഒരു നദി, പാറകളെ തഴുകി സംഗീതം പോലെ ഒഴുകുന്ന വെള്ളം, പ്രഭാതത്തിലെ കോടമഞ്ഞ്, കിളികളുടെ മധുരഗാനം, ഇതെല്ലാം ചേർന്ന് പ്രകൃതി ഒരുക്കിയ അതിമനോഹരമായ ഒരു വേദിയാണ് പെരുന്തേനരുവി. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഈ സ്ഥലം ഓരോ വർഷവും ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇന്ന് രാവിലെ സൂര്യൻ പൂർണ്ണമായി ഉദിക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ചുറ്റും മൂടൽമഞ്ഞ്, മരങ്ങളുടെ ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ, കാടിനുള്ളിൽ നിന്ന് കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദം, ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒഴുകുന്ന അരുവിയുടെ സംഗീതം, അത്ര മനോഹരമായ ഒരു അനുഭവം. ഇന്നിവിടെ തിരക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ യഥാർത്ഥ ശബ്ദവും സൗന്ദര്യവും ക്യാമറയിൽ പകർത്തുവാനായി കഴിഞ്ഞു. ഡ്രോണിലൂടെ മുകളിലേക്ക് ഉയരുമ്പോൾ പച്ചപ്പിനിടയിലൂടെ ഒഴുകുന്ന നദിയും, പാറകളെ കീറിമുറിച്ച് മുന്നോട്ട് പോകുന്ന വെള്ളവും, കാടിന്റെ വിശാലതയും, ഇതെല്ലാം ചേർന്ന് കേരളത്തിന്റെ പ്രകൃതി എത്ര മനോഹരമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മഴക്കാലത്ത് ഈ പ്രദേശം മറ്റൊരു ലോകം പോലെയാണ്. വെള്ളത്തിന്റെ അളവ് പല മടങ്ങ് വർദ്ധിക്കും. അരുവിയുടെ ഗർജനം കിലോമീറ്ററുകൾ അപ്പുറം വരെ കേൾക്കാം. പക്ഷേ ഈ സൗന്ദര്യത്തിന് മറ്റൊരു മുഖവുമുണ്ട്. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് വർഷങ്ങളായി ഇവിടെ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 50-ലധികം ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചതായി ഇവിടെയുള്ളവർ പറയാറുണ്ട്. പ്രത്യേകിച്ച് വെള്ളം അതിശക്തമായി ഒഴുകുന്ന സമയങ്ങളിൽ പാറകളിൽ വഴുതി വീഴുകയോ ഒഴുക്കിൽപ്പെടുകയോ ചെയ്താൽ രക്ഷപ്പെടുക വളരെ പ്രയാസമാണെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇവിടെയുള്ളവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അരുവിയുടെ ശബ്ദം അസാധാരണമായി ശക്തമാകുന്ന ദിവസങ്ങളിൽ അപകട സാധ്യതയും കൂടുതലായിരിക്കും എന്നൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഈ പ്രദേശത്ത് എത്തുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നാട്ടുകാർ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടാൽ ശക്തമായ ചുഴികളും പാറകൾക്കിടയിലുള്ള വിടവുകളും കാരണം രക്ഷാപ്രവർത്തനം പോലും വളരെ ദുഷ്കരമാകാറുണ്ട്. ചില അപകടങ്ങളിൽ മൃതദേഹം കണ്ടെത്താൻ ദിവസങ്ങൾ എടുത്ത സംഭവങ്ങളും പ്രദേശവാസികൾ ഓർക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ സുരക്ഷാ വേലികളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിരിക്കുന്നത്. പ്രകൃതി എപ്പോഴും മനോഹരമാണ്, പക്ഷേ അതിനെ ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല. ഒരു സെൽഫിക്ക് വേണ്ടി, ഒരു റീലിന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് സാഹസികത കാണിക്കാനായി സുരക്ഷാ വേലികൾ കടക്കുകയോ അപകട മേഖലകളിലേക്ക് ഇറങ്ങുകയോ ചെയ്യരുത്. നമ്മൾ പ്രകൃതിയെ ആസ്വദിക്കാനാണ് വരേണ്ടത്, പ്രകൃതിയോട് മത്സരിക്കാനല്ല. പെരുന്തേനരുവി നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. പ്രകൃതി ഒരേ സമയം സ്നേഹവുമാണ്, സൗന്ദര്യവുമാണ്, അതുപോലെ ശക്തിയുമാണ്. ആ ശക്തിയെ ബഹുമാനിച്ചാൽ ഈ യാത്ര ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിൽ ഒന്നായി മാറും. അല്ലെങ്കിൽ ചെറിയ ഒരു അശ്രദ്ധ പോലും ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. കേരളത്തിന്റെ പച്ചപ്പും പാറകളിലൂടെ പതിക്കുന്ന വെള്ളത്തിന്റെ സംഗീതവും പ്രഭാതത്തിലെ കോടമഞ്ഞും മനസ്സിന് സമാധാനം തേടുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് പെരുന്തേനരുവി. ഇതാണ് ഇന്നത്തെ യാത്ര. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കേരളത്തിന്റെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ മനോഹരമായ സ്ഥലങ്ങളുമായി വീണ്ടും കാണാം.